SBIക്കെതിരെ CPIM സുപ്രീം കോടതിയിൽ കോടതിയലക്ഷ്യ ഹർജി നൽകും. ഇലക്ട്രൽ ബോണ്ടിന്റെ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് SBI നൽകേണ്ട കാലാവധി സുപ്രീം കോടതി അനുവദിച്ച സമയം ഇന്നലെ തീരുകയായിരുന്നു. പക്ഷേ വിവരങ്ങൾ നൽകിയിട്ടില്ല. ഇതിനെതിരെയാണ് സുപ്രീം കോടതിയിൽ കോടതിയലക്ഷ്യ ഹർജി നൽകാനായി CPIM തയ്യാറെടുക്കുന്നത്. വിവരങ്ങളുമായി വിഷ്ണു ചേരുകയാണ്. വിഷ്ണു, അതായത് ഇപ്പോൾ SBI പറയുന്നത് ഇനി കൂടുതൽ സമയം ജൂൺ 30 വരെ സമയം വേണമെന്ന നിലപാടാണോ സ്വീകരിക്കുന്നത്? എങ്ങനെയെങ്കിലും തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ആരൊക്കെയാണ് ഈ BJPക്ക് അടക്കമുള്ളവർക്ക് കാശ് നൽകിയത് എന്ന വിവരങ്ങൾ പുറത്തു വരാതിരിക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന വലിയ ആക്ഷേപം ഉയർന്നു വരുന്ന സാഹചര്യമുണ്ട്. ഇന്നലെ കാലാവധി അവസാനിച്ചിരിക്കുകയാണ്. സുപ്രീം കോടതി നൽകിയ സമയപരിധി ഇന്നലെ അവസാനിക്കുകയായിരുന്നു SBIക്ക് നൽകിയത്. ഇപ്പോൾ ഈ വിവരങ്ങൾ കൈമാറാത്തതിനെതിരെ തുടർ നിയമ നടപടികളിലേക്ക് നീങ്ങുകയാണോ CPIM? മനു, തീർച്ചയായിട്ടും CPIM നടത്തിയ നിയമ പോരാട്ടത്തിലൂടെയാണ് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ റദ്ദാക്കിയത്. ഏതായാലും അന്ന് തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ റദ്ദാക്കിക്കൊണ്ട് സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് കൃത്യമായി നിർദ്ദേശം നൽകിയത് മാർച്ച് 13-നകം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിൻ്റെ തെരഞ്ഞെടുപ്പ് ബോണ്ടിൻ്റെ എല്ലാ വിവരങ്ങളും ഇത്തരത്തിൽ അവരുടെ സൈറ്റിൽ പബ്ലിഷ് ചെയ്യണം എന്നതാണ്. പക്ഷേ അതോടൊപ്പം തന്നെ SBIയോട് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറാൻ പറഞ്ഞിരുന്നു. അതിൻ്റെ സമയം ഇന്നലെയാണ് അവസാനിച്ചത്. പക്ഷേ ഇന്നലെ സമയം അവസാനിക്കുമ്പോൾ പോലും SBI ഇതുവരെ യാതൊരുവിധ കണക്കും കൈമാറിയിട്ടില്ല. അതോടൊപ്പം SBI സുപ്രീം കോടതിയുടെ ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത് കൂടുതൽ സമയം വേണം എന്നതാണ്. കാരണം 2019 മുതലുള്ള തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ ഏകദേശം 22,217 ബോണ്ടുകളാണ് ഉള്ളത്. അതുകൊണ്ട് ഇതിൻ്റെ വിവരങ്ങളൊക്കെ ശേഖരിച്ച് നൽകാനായിട്ട് ഇത്തരത്തിൽ കൂടുതൽ സമയം വേണം എന്നതാണ്. അത് ജൂൺ 30 വരെ സമയം വേണമെന്ന ആവശ്യമാണ് SBI മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിനെതിരെ വലിയ തോതിലുള്ള വിമർശനം തന്നെ ഉയർന്നു വരുന്നുണ്ട്. കാരണം തെരഞ്ഞെടുപ്പിന് മുന്നേ ഈ വിവരങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞാൽ ആരൊക്കെയാണ് BJPക്ക് ഇത്തരത്തിൽ പണം നൽകിയത് എന്നതിൻ്റെ അടക്കം കണക്കുകൾ പുറത്തു വരും. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് ബോർഡിലൂടെ ഏറ്റവും കൂടുതൽ പണം സമാഹരിച്ചത് BJP ആണ്. ഏകദേശം 5000 കോടിയിലധികം രൂപയാണ് BJP തെരഞ്ഞെടുപ്പ് ബോർഡിലൂടെ സമാഹരിച്ചിട്ടുള്ളത്. അപ്പോൾ ആരൊക്കെയാണ് ഈ BJPക്ക് പണം നൽകിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരും. ഇത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കമാണ് നടക്കുന്നത് എന്ന ഒരു വിമർശനം ശരിയാണ്. വലിയ ആക്ഷേപമാണ് ഇപ്പോൾ അവിടെ ഉയർന്നത് SBIക്കെതിരെ. ഏതായാലും ഇലക്ട്രൽ ബോണ്ട് കേസിൽ ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കുന്ന നടപടിയിലേക്ക് എത്തിച്ചത് CPIMന്റെ നിയമ പോരാട്ടമാണ്. അത് തുടർന്നും ഇനി SBIക്കെതിരെ സുപ്രീം കോടതിയിൽ കോടതിയലക്ഷ്യ ഹർജി നൽകാൻ വേണ്ടി പോവുകയാണ് CPIM. വിവരങ്ങളാണ് വിഷ്ണു നൽകിയത്.